എന്താണ് പ്രൊഫഷണൽ ബോക്സിങ്ങിൽ സംഭവിക്കുന്നത്, എങ്ങനെ റിയൽ ബോക്സ് ചെയ്യാൻ അത് ശരിക്കും പ്രൊഫഷണൽ ബോക്സിങ്ങിൻ്റെ പുറകിൽ എന്താണ് ബിസിനസ്? നല്ല ബോക്സേഴ്സ് ഒരുപാട് പേരുണ്ട്, പക്ഷെ ഫൈറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. പക്ഷെ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അതൊരു ഏറ്റവും മികച്ച ഒരു പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരമായിട്ട് മാറി. ഈ മണവാളൻ്റെ ബോക്സിങ് കണ്ടിട്ട് കേരള ബോക്സിംഗ് കൗൺസിൽ ഇതൊന്നും കാണുന്നില്ലേ? അതെ അതെ, ഞങ്ങളുടെ ഇങ്ങനെ അല്ല, ഇതെൻ്റെ ഗർഭമല്ല. ഒരു ബോക്സിംഗ് റിംഗ് ഇല്ല. ഒരുപാട് സ്ട്രഗിള് നമുക്ക് അന്ന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആൾക്കാരുടെ ഫൈറ്റ് ക്വാളിറ്റി ചേഞ്ച് ആയത് നമ്മൾ ശരിക്കും കാണുന്നത് ആ ഒരു മാച്ചിലാണ്. റഫറി തന്നെ പേടിച്ചു മറ്റേ ആൾക്ക് വേറെ എന്തെങ്കിലും സംഭവിച്ചു പോകുന്നുള്ളത്. ഇതൊരു ഡ്രാമയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണോ അതോ? നമുക്ക് ഒരുപാട് നല്ല അഭിപ്രായവും കിട്ടി, ഒരുപാട് ചീത്തയും കിട്ടി. ബോക്സിംഗ് മാച്ചിൽ കോൺട്രവേഴ്സീസ് നോർമലാണ്. ഇവിടെയും അതേ രീതിയിൽ കേരളത്തിലും ഏറ്റവും മികച്ച പ്രോ ബോക്സേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായത്. ശരി, അതിൻ്റെതായിട്ടുള്ളൊരു ഫ്രസ്ട്രേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ ഇപ്പോഴും ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഷോർട്സിലൊന്ന് ഇതാണ്. നമ്മൾ സ്വപ്നം കാണുന്ന പോലെ ഒരു വേൾഡ് ചാമ്പ്യനെ കേരളത്തിൽ നിന്ന് കണ്ടെത്തുക എന്ന് പറയുന്നതൊക്കെ സാധ്യമാണ്. അവർ പറഞ്ഞത് 3 റൗണ്ടിൽ ക്ലോസ് ചെയ്യും, അങ്ങനെ നോക്കൗട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അലിമുക്സത്തിന്റെ കേസിൽ അങ്ങനെയായിരുന്നല്ലോ, ഹി വാസ് എ പീപ്പിൾസ് ചാമ്പ്യൻ. കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സിങ്ങിന്റെ ഹബ്ബാ. അസോസിയേഷൻസ് കൂട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അത് പത്രത്തിൽ വലിയ വാർത്തയായിരുന്നു. വാട്ട് വെന്റ് റോങ്? ഇപ്പോഴും ഞാൻ കോൺഫിഡൻസോടെ തന്നെയാണ് പറയുന്നത്. എൻ്റെ കണ്ണിൽ ആ ഓരോ പഞ്ചും എനിക്ക് കാണാം. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ബേസ്മെന്റ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് രാകേഷ് വിദ്യാധരൻ. രാകേഷ് വിദ്യാധരൻ ഏകദേശം 20 വർഷത്തോളം മാർഷൽ ആർട്സ് ഇൻഡസ്ട്രിയിൽ പ്രഗത്ഭനായിട്ടിങ്ങനെ വിലസുകയാണ്. അപ്പോൾ പുള്ളി ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. രാകേഷ് വിദ്യാധരൻ നമ്മുടെ കേരള ബോക്സിംഗ് കൗൺസിലിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അതുകൂടാതെ ആലപ്പി ബോക്സിംഗ് കൗൺസിലിൻ്റെ സെക്രട്ടറിയുമാണ്. അപ്പോൾ ഞങ്ങൾ കുറേ കാലമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്, നമുക്കിങ്ങനെ ഒരു ചാറ്റ് ഷോ റിഗാർഡിങ് ബോക്സിങ്ങിൻ്റെ പ്രൊഫഷണൽ ബോക്സിങ്ങിൽ നടക്കുന്ന സമകാലികമായ കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്സ്, ബോക്സേഴ്സ്, പ്രൊമോട്ടേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് റെഗുലറായിട്ടൊരു ചാറ്റ് ഷോ പോലൊരു പ്ലാൻ ചെയ്യണമെന്ന് ഞാനും രാകേഷും കുറേ കാലമായിട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ബേസ്മെൻറ്റിൽ ഞങ്ങളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫ്രം ടുഡേ. ഇറ്റ്സ് കോൾഡ് ബിഹൈൻഡ് ദ ഗ്ലൗസ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ്. അപ്പോൾ രാകേഷിനെ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തി. രാകേഷിനെ കുറിച്ച് എനിക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക, പറയാൻ ആഗ്രഹമുള്ളത് വേറൊരു രീതിയിലാണ്. അതായത് കേരള ബോക്സിംഗ് കൗൺസിൽ, പ്രൊഫഷണൽ ബോക്സിംഗ് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അധികം ആർക്കും അറിയില്ല ഈ പ്രൊഫഷണൽ ബോക്സിംഗ് എന്താണ്, അതിൻ്റെ സാധ്യതകൾ എന്താണ്. പക്ഷേ ആ സമയത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെച്ച ആൾക്കാരിൽ ഒരാൾ നമ്മുടെ രാകേഷ് വിദ്യാധരനാണ്. അപ്പോൾ രാകേഷ് വിദ്യാധരൻ ആ സമയത്ത് ആദ്യത്തെ പ്രൊഫഷണൽ ബോക്സിംഗ്, എക്സ്ക്ലൂസീവ് പ്രൊഫഷണൽ ബോക്സിംഗ് മാച്ച് ആലപ്പിയിൽ വെച്ച് കണ്ടക്ട് ചെയ്തത് രാകേഷ് ആയിരുന്നു. സോ വെൽക്കം ടു ദ ചാനൽ രാകേഷ്. താങ്ക് യു വാജിദ്. ആദ്യം വാജിദിന് താങ്ക് യു പറയുന്നു. ഇങ്ങനൊരു ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ബോക്സിങ്ങിൻ്റെ ഒരു തുടക്കം മുതൽ നമുക്കുണ്ട്, അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ഈ ഒരു സീരീസ് ടോക്കാണെന്നാണ് വാജിദ് പറഞ്ഞല്ലേ. അപ്പം തീർച്ചയായിട്ടും ആ ഹിസ്റ്ററിക്കൊപ്പം തന്നെ നമുക്ക് നടന്നു പോകാം. ഏകദേശം 2 വർഷത്തെ ചെറുപ്പമേ ഉള്ളൂ പ്രൊഫഷണൽ ബോക്സിങ്ങിന്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കഥകളും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളെ നമുക്ക് വിശകലനം ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കത് മുമ്പോട്ട് പോകാം. വാജിദ് ചോദിച്ചത് പ്രൊഫഷണൽ ബോക്സിങ്ങിൻ്റെ ആദ്യത്തെ മാച്ച്, ശരിക്കും ഏകദേശം 1000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ലോങ് ഹിസ്റ്ററിയാണ് പ്രൊഫഷണൽ ബോക്സിങ്ങിനുള്ളത്. അത് ഇന്ത്യയിലേക്ക് ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുമ്പല്ലേ വന്നതും. പ്രൊഫഷണൽ ബോക്സിങ് ഏകദേശം ഇതേ രൂപത്തിലായിട്ട് എനിക്ക് തോന്നുന്നു 2015, 2013 ശേഷം 15 ശേഷം ഒക്കെയാണ് പ്രൊഫഷണൽ ബോക്സിങ് ഇന്ത്യയിൽ വന്നത്. അപ്പം കേരളത്തിൽ അത് തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ട ഒരു ദൗത്യം, ഇത്രയും വലിയൊരു ഹിസ്റ്റോറിക്കൽ ദൗത്യം അത് ഏറ്റെടുത്തു. അന്ന് അത്രയും വലിയ നമുക്ക് അതിൻ്റെ വലിപ്പമൊന്നും അറിഞ്ഞിട്ടായിരുന്നില്ല. ഒരുപാട് സ്ട്രഗിള് നമുക്ക് അന്ന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു.
അപ്പം അന്ന് തീർച്ചയായിട്ടും വാജിദ് അന്ന് സ്റ്റേറ്റ് ബോക്സിംഗ് കൗൺസിലിൻ്റെ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരുപാട് അതിൻ്റെ ഹെൽപ്പ് ചെയ്തു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ദൗത്യം നമ്മൾ ഏറ്റെടുത്തു. അതോടൊപ്പം അന്ന് ആലപ്പുഴ ബോക്സിംഗ് കൗൺസിലിൻ്റെ സെക്രട്ടറി അജിത് ചെട്ടിയാറായിരുന്നു. അജിത് ചെട്ടിയാർ ഇപ്പോഴും അജിത് ചെട്ടിയാറാണ്. അജിത് ചെട്ടിയാറിൻ്റെ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചോളം ബേസ് ഒന്നുമില്ല, എന്താണ് നടക്കാൻ പോകുന്നത് അതിനെപ്പറ്റിയൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. ഒരു ബോക്സിംഗ് റിങ് ഇല്ല. നമ്മൾ അവിടം തൊട്ട് തുടങ്ങുകയായിരുന്നു. ഒരു ബോക്സിംഗ് റിങ് ആദ്യമായിട്ട് അതെല്ലാം അജിത്തിൻ്റെ ആ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ബോക്സിംഗ് റിങ് നമ്മൾ സ്ഥാപിച്ചു. അതിനുശേഷം ഇത്രയധികം മത്സരങ്ങൾ ആദ്യമായിട്ട് ഏകദേശം 20-30 മത്സരങ്ങൾക്കടുത്ത് അവിടെ നടന്നു. 26 മാച്ചസ് അന്ന് ആദ്യത്തെ മത്സരത്തിൽ തന്നെ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം അതിൻ്റെ പ്രൊമോഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ തിരിച്ച് വാജിദിനോട് ചോദിക്കുകയാണ്, വാജിദായിരുന്നു അന്ന് MC. എനിക്ക് ഓർമ്മയുണ്ട് MC ആയിട്ടും ഒക്കെ അവിടെ തിളങ്ങിയത് വാജിദായിരുന്നു. ഇത് ഓർഗനൈസ് ചെയ്യുന്നതിലൊക്കെ നമ്മുടെ ബാക്ക് ബോണായിട്ട് നിന്നത് വാജിദായിരുന്നു. വാജിദിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കേൾക്കണമെന്നുള്ളത്. ആ ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ഓർമ്മകളാണ് ശരിക്കും പറഞ്ഞത്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ അച്ചീവ് ചെയ്തു. എല്ലാം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അന്ന് ഏകദേശം 12 പുതിയ ഒഫീഷ്യൽസിൻ്റെ ലൈസൻസിങ്ങും കൂടി ഉണ്ടായിരുന്നു. അതായത് മുരളീധർ രാജ സാർ, പ്രസിഡന്റ്, ഇന്ത്യൻ ബോക്സിംഗ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് മുരളീധർ രാജ സാറ് വന്നു. പേഴ്സണലി 3 ദിവസത്തെ റഫറി ജഡ്ജി ക്യാമ്പ് കണ്ടക്ട് ചെയ്തു. 12ഓളം കേരളത്തിലെ ആദ്യത്തെ സെറ്റ് ഓഫ് ഒഫീഷ്യൽസ് അതിലാണ് വരുന്നത്. അവർക്കുള്ള ഒരു എക്സ്പീരിയൻസും കൂടെ ആയിരുന്നു. കാരണം നമുക്ക് അതിനകത്ത് ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരെ ഇറക്കി ഒരു മാച്ച് കണ്ടക്ട് ചെയ്യുക. ഫ്രഷ് റഫറീസാണ്. 2 പേര് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഉണ്ടായിരുന്നു, അല്ല തമിഴ്നാട് നിന്ന് ശിവ ഉണ്ടായിരുന്നു, കാമേഷ് ഉണ്ടായിരുന്നു. അങ്ങനെ 2 പേര് അവിടെ നിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ടീമിനെ ഇറക്കുന്നത്. ഇതുകൂടാതെ നമ്മൾ നോർമൽ നമ്മൾ കിക്ക് ബോക്സിങ് ചാമ്പ്യൻഷിപ്പ് കണ്ടക്ട് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ സാധാരണ അമച്വർ ബോക്സിങ് കണ്ടക്ട് ചെയ്യുന്ന പോലെയോ ഒന്നും അല്ല. അപ്പോൾ ഇത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം മെഡിക്കൽ കമ്മീഷൻ ഭയങ്കര ഉറപ്പാണ്. നമ്മളൊരു 3 റൗണ്ട് 2 മിനിറ്റിൻ്റെ കളിക്കുന്ന പോലെ അല്ല, അല്ലെങ്കിൽ ബേസ്ഡ് ടച്ച് ഗെയിം ഒരു കോൺസെപ്റ്റേ അല്ല പ്രൊഫഷണൽ ബോക്സിങ്ങിനകത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പഞ്ചസും ഒക്കെയാണ്. അത് മാത്രമല്ല അറൗണ്ട് 11 ഫൈറ്റേഴ്സ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ഓക്കെ, അവിടെയും ചെറിയ റിസ്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കേരളത്തിൻ്റെ മിക്ക ബോക്സേഴ്സും ആദ്യമായിട്ട് ഇറങ്ങാൻ പോവാ. എന്നാൽ ഇപ്പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരെല്ലാം നമ്പർ താരം, അന്ന് 3-ാം നമ്പർ താരം ചന്ദ്രു, ഹെവി വെയിറ്റ് അല്ല, ക്രൂസർ ആയിരുന്നു, ഹെവി വെയിറ്റ് ആയിരുന്നു. അപ്പം ചന്ദ്രുവിൻ്റെയൊക്കെ ഹിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൗട്ടുകളുടെ മാത്രം മിക്ക ഫൈറ്റ്സും പുള്ളിയുടെ നോക്കൗട്ടാണ്. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഒന്ന് ആ ചലഞ്ച്. മെഡിക്കൽസ്, അവിടുത്തെ ഡോക്ടറിൻ്റെ കേസ്. പക്ഷെ ഡോക്ടറിൻ്റെ കേസൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. കാരണം രാകേഷ് ഹാൻഡിൽ ചെയ്തായിരുന്നു. ആ ഡോക്ടറും ഫുൾ ടൈം അവരോട് ഉണ്ടായിരുന്നു. എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും അവർ ചെക്ക് ചെയ്തു. സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. പിന്നെ അതുകൂടാതെ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി കോച്ചസിനെ കൺവിൻസ് ചെയ്യുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അതിലേറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടായിരുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതാണ്. കാരണം ആൾക്കാർക്ക് അറിയില്ല പ്രൊഫഷണൽ ബോക്സിങ് എന്താണ്. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഓക്കെ, മൈക്ക് ടൈസൺ ഇത് ചെയ്യുന്ന അതേ സംഭവമാണല്ലേ, അതെ. അല്ലെങ്കിൽ എന്താ പറയുക, കെനലോ, പിന്നെ അങ്ങനെയുള്ള കാറ്റഗറി ആൾക്കാരെയൊക്കെ കോട്ട് ചെയ്തിട്ട് എന്താ പറയുക, മാനി പാക്യോ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ഓക്കെ ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ എടുത്ത് വെക്കാൻ പോകുന്നത്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിസിപ്പേഷൻ. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തു നിന്നുള്ള ബോക്സേഴ്സ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത്രയും പ്ലെയേഴ്സ് ഇവിടെ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു എന്നുള്ളത് അറിയുന്നത്. ശരിക്കും ഇപ്പോഴാണ്. ഭയങ്കര സംഭവമായിരുന്നു അത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റി. യെസ്, മാച്ചിൻ്റെ ഭയങ്കര ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും തുടക്കക്കാരാണ്. അപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ വീക്കാണ്. കാരണം 3 മിനിറ്റിൻ്റെ 4 റൗണ്ട്. ഒരു സൈഡിൽ റാങ്ക് ഉള്ളവർ, ഒരു സൈഡിൽ ഡെബ്യൂ അതിൻ്റെതായിട്ടുള്ള വിഷയം അറിയാമായിരുന്നു. മിക്കവാറും ആദ്യത്തെ ചില ഫൈറ്റുകളൊക്കെ ഏകദേശം 20 സെക്കൻഡുകൾ മാത്രമൊക്കെ നിന്ന് ഫൈറ്റുകൾ ഉണ്ടായിരുന്നു. സെക്കൻഡുകളിൽ നോക്കൗട്ടായ കേസുകളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ എക്സ്പീരിയൻസ് വലുതായിരുന്നു. പിന്നെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് വരുത്തുന്നത് അതൊക്കെ ഭയങ്കര സെൻസിറ്റീവായിരുന്നു. അതായത് അതിന് യൂസ് ചെയ്യുന്ന ഗ്ലൗസ്
എങ്ങനത്തെയാണ് ഇപ്പോൾ 8 ഔൺസും 10 ഔൺസിൻ്റെയും ഗ്ലൗ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ബേസ്ഡ് ഓൺ വെയ്റ്റ് കാറ്റഗറി. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രോയിൻ ഗാർഡ്, പല ആൾക്കാർക്കും ഗ്രോയിൻ ഗാർഡ് ഇല്ല. ഭാഗ്യത്തിന് നമ്മൾ ആ സമയത്ത് ആ പ്രോഗ്രാം നടക്കുന്നതിന് അന്ന് രാവിലെയാണ് നമ്മുടെ കംപ്ലീറ്റ് കൺസൈൻമെന്റ് അവസാന മണിക്കൂറിലാണ് നമുക്ക് ഇതിൽ കിട്ടേണ്ട ഫോം, എന്തിന് മെഡിക്കൽ ഫോം വെച്ച് എങ്ങനെ നമുക്ക് റാപ്പ് ചെയ്യണമെന്ന് കൂടെ നമ്മൾ ആ മാച്ചിലെ ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ മെഡിക്കൽ ഷോപ്പിലും പോയിട്ടാണ് അവസാന സമയത്ത് അത് ഓരോ അരിമണിയും പെറുക്കി എടുത്തെന്ന് പറയുന്ന പോലെ ലാസ്റ്റ് മിനിറ്റ് എല്ലാ സ്ഥലത്തും നമ്മൾ മെഡിക്കൽ റാപ്പും കോട്ടൺസും ഒക്കെ കൊണ്ടുവരണമായിരുന്നു. എനിക്ക് തോന്നുന്നു ഗ്രേറ്റ് ജോബ്. അതെ അതെ, അതിനേക്കാളും എനിക്ക് തോന്നുന്നു ആ ഓഡിയൻസ് സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇത്രത്തോളം ജനകീയമാണ് ഈ കല എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ചെറിയൊരു രീതിയിലുള്ള ഒരു പ്രൊമോഷനെ അതിന് നൽകിയിരുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നൊരു 3000-നടുത്ത് ഓഡിയൻസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആൾക്കാർ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ പിന്നെ MC ആയത് ബൈ ഫോഴ്സ്, വേറെ വഴിയില്ല. കാരണം നമ്മുടെ അനൗൺസർ ആയിട്ടുണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള പയ്യനായിരുന്നു. അപ്പം അവർക്ക് ഈ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് മലയാളി ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമല്ല. ആലപ്പുഴ എന്ന് 3 തവണ പറയുമ്പോൾ തന്നെ ആലപ്പുഴയായിരുന്നു. അപ്പൊ പിന്നെ ആൾക്കാർ അങ്ങനത്തെ ലെവലിലേക്ക് പോകുമ്പോൾ പിന്നെ ഓഡിയൻസിനെ തീർച്ചയായിട്ടും അത് മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ അന്ന് വാജിദ് ഒരു നല്ല പങ്ക് വഹിച്ചിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കയറേണ്ടി വന്നത്. പക്ഷെ വളരെ നല്ലൊരു തുടക്കമായിരുന്നു അത്. ശരിക്കും നമുക്ക് വേണ്ടിയിരുന്ന ഒരു തുടക്കമായിരുന്നു. ഇപ്പോൾ പല ആൾക്കാരും അതിനെ ക്രിട്ടിസൈസ് ചെയ്തു. തോന്നുന്നു അത് അന്ന് തുടങ്ങിയിരുന്നില്ലെങ്കിൽ നമ്മൾ ഇന്നിപ്പം എത്ര മാച്ച് എത്തി നിൽക്കുന്നു? നമ്മൾ ഇന്നിപ്പോൾ ലാസ്റ്റ് നടന്നത് കാലിക്കറ്റിൽ 10ാമത്തെ മാച്ചുകൾ അതിനുള്ളിൽ 2 വർഷത്തിനുള്ളിൽ അതിൽ ഡിസ്ട്രിക്ട് കളക്ടർ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കണം, ഈ അതിനുശേഷം ആ ഒരു തുടക്കത്തിന് ശേഷം 10 മാച്ചുകൾ സംഭവിച്ചു. ഈ 10 മാച്ചിൽ കണ്ടക്ട് ചെയ്യുന്നതിൽ വജിനുണ്ടായ ചലഞ്ചസ് അല്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ടുണ്ടായ എക്സ്പീരിയൻസ് അതെന്തായിരുന്നു? 10 മാച്ചും 10,000 ലേണിങ്സ് ചാമ്പ്യൻഷിപ്പുകളായിരുന്നു. ഓരോന്നും ഓരോ രീതിയിലുള്ള ചാമ്പ്യൻഷിപ്പുകളായിരുന്നു. ഇപ്പോൾ UIC, കാലിക്കറ്റിലെ UIC ചാമ്പ്യൻഷിപ്പ്, ഫാന്റാസ്റ്റിക് സെറ്റപ്പ്, ഒന്നും പറയാനില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡെബ്യൂസിന് വേണ്ടി മാത്രം നമ്മൾ ഓർഗനൈസ് ചെയ്ത മാച്ച്. അതിനകത്ത് ശരിക്കും ആൾക്കാരുടെ ഫൈറ്റ് ക്വാളിറ്റി ചേഞ്ച് ആയത് നമ്മൾ ശരിക്കും കാണുന്നത് ആ ഒരു മാച്ചിലാണ്. അതായത് ഡെബ്യൂ ആയിട്ട് ഇറങ്ങുന്ന പിള്ളേരുടെ ഫൈറ്റ് ക്വാളിറ്റി വാസ് റിയലി ഗുഡ്. കാരണം അത് നമ്മുടെ ആദ്യത്തെ ലെവൽ 1 കോച്ചസ് ക്യാമ്പ് കണ്ടക്ട് ചെയ്ത ഉടനെ ആയിരുന്നു ഈ ചാമ്പ്യൻഷിപ്പ്. നമ്മൾ അതുകൂടാതെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ബോക്സേഴ്സ് ബൂട്ട് ക്യാമ്പും കൂടെ കണ്ടക്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ബോക്സേഴ്സ് ബൂട്ട് ക്യാമ്പ് ശരിക്കും അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, അതായത് ഹെൽപ്പ് ചെയ്തു. എങ്ങനെ ഒരു ബോക്സർ റിങ്ങിൽ ബിഹേവ് ചെയ്യണം, എങ്ങനെ ഫൈറ്റ് ചെയ്യണം, ഫൈറ്റിൻ്റെ ഇതെന്താണ്, പോയിന്റ് സിസ്റ്റം എന്താണ്, അതായത് നമ്പർ ഓഫ് പഞ്ചസ് അല്ല, വെയിറ്റ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള പഞ്ചസ് ആയിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. ആ നടന്ന മാച്ചുകളിൽ ഇപ്പം നമുക്ക് ലുലുവിൽ വെച്ച് നടന്നൊരു മാച്ച് പെപ്പയുടെ, അതായിരുന്നു ഒരുപാട് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു മാച്ചായിരുന്നു, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ. ആ ഒരു മാച്ചിനെ പറ്റി നമുക്ക് ഒരുപാട് നല്ല അഭിപ്രായവും കിട്ടി, ഒരുപാട് ചീത്തയും കിട്ടിയ ഒരു സംഭവം. ഒരു നല്ലതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കമന്റുകളിലെല്ലാം അതിനെപ്പറ്റി. അത് നമ്മൾ പെപ്പയ്ക്ക് ആ ഒരു ലൈസൻസ് നമ്മൾ ഇഷ്യൂ ചെയ്തു. പെപ്പയുടെ ആ ഒരു ബോക്സിങ് ഇതെല്ലാം കണ്ടു, പ്രാക്ടീസ് സെഷൻസ് എല്ലാം ഞങ്ങൾ മീറ്റ് ചെയ്ത ആദ്യത്തെ പ്രാക്ടീസ് സെഷൻസ് എല്ലാം. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, ഇല്ല എനിക്ക് ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു ഇതിലേക്ക് വന്നു. പിന്നെ ഞങ്ങളും പറഞ്ഞു, ക്വാളിറ്റി ഓഫ് ദ മാച്ച് ഒരു വലിയ ഇതായിരുന്നു. പുള്ളിയുടെ എന്താ പറയുക, വളരെ ലൈറ്റായിട്ടുള്ളൊരു ഇതാണ് അവിടെ ഉണ്ടായത്. ശരിക്കും ഒരു പ്രൊഫഷണൽ ബോക്സർ എന്ന് പറയാൻ പറ്റില്ല. ഓഡിയൻസിന് ഇതിനെപ്പറ്റി ഒരു നോളജ് ഉണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ. അപ്പം ശരിക്കും അതിനകത്ത് നമ്മളൊരു വിജയിയെ അതിനകത്ത് നമ്മൾ പറഞ്ഞില്ല. നമ്മൾ അതിനകത്ത് പുള്ളിയുടെ ഒരു ഹിറ്റ് ഒപ്പോണന്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളതിൽ പുള്ളിയെ വിജയിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അത് ഇതിലും വലിയ കോൺട്രവേഴ്സി ആവുമായിരുന്നു. അത് മാത്രമല്ല, അതിനകത്ത് എല്ലാവരുടെയും ക്രെഡിബിലിറ്റിയെ ബാധിക്കുമായിരുന്നു. ഇപ്പോൾ കേരള ബോക്സിംഗ് കൗൺസിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ ആസ് എൻ ആക്ടർ പെപ്പയുടെ ക്രെഡിബിലിറ്റി ആയിക്കോട്ടെ, ഇതെല്ലാം ഭയങ്കരമായിട്ട് ബാധിക്കുമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മളതിനെ ഒരു ഡ്രോ മാച്ച് ആക്കി
നമ്മൾ രണ്ടുപേരെയും വിജയിയായിട്ട് പ്രഖ്യാപിച്ച് അതിന് ഇത് ചെയ്യണമായിരുന്നു. കാരണം അത് മാത്രമല്ല, നമ്മൾ സാങ്ഷൻഡ് മാച്ചും ആക്കിയില്ല. കാരണം ക്വാളിറ്റിയുള്ള ബോക്സിങ്, ക്വാളിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നല്ല ബോക്സിങ് മാച്ചുകളാണെങ്കിൽ മാത്രമേ സാങ്ഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് ഗുണമുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നാളെ നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ ഒരു പരിഹാസപാത്രമായി മാറും. അപ്പം അതുകൊണ്ട് അങ്ങനെ വേണ്ടാന്ന് കരുതി. എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റ് നടന്നൊരു മാച്ച്, അതായത് നമ്മുടെ കളക്ടർ ബോക്സർ കോഴിക്കോട് വെച്ച് ഫിറ്റ്നസ് സ്നേഹിൽ കുമാർ സിംഗ്. അപ്പം ആ ഒരു മാച്ച് ശരിക്കും പറഞ്ഞാൽ റഫറി ജഡ്ജ് ചെയ്യുന്ന സമയത്തും നമ്മുടെ സൂപ്പർവൈസറായിരുന്ന രാജ സാറ്, CEO വിവേക് രാജ് സാറ്, ഈ ഒരു ഇൻസിഡൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത് നമുക്ക് ബോക്സ് റെക്കിലോ രജിസ്റ്റർ ചെയ്യേണ്ട എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ തുടങ്ങിയിരുന്നത്. പക്ഷെ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അതൊരു ഏറ്റവും മികച്ച ഒരു പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരമായിട്ട് അത് മാറി. ആ ഒരു മത്സരത്തിൻ്റെ പറ്റി, ആ ഒരു മാച്ചിനെ പറ്റി അതില് രാകേഷ് ജഡ്ജായിരുന്നു. നല്ല ഇതായിരുന്നു അത്. അത് കോൺട്രവേഴ്സീസ് ഉള്ള മാച്ചസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ മാച്ചിന് ഓഡിയൻസ് ഭയങ്കര ഹ്യൂജ് ഓഡിയൻസ് ഉണ്ടായിരുന്നു. പെപ്പയുടെ ഈ ഒരു മാച്ചിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇത് പ്രത്യേകിച്ച് IBCയുടെ സൈഡിൽ നിന്നാണെങ്കിൽ അവർ ഭയങ്കര കെയർഫുള്ളായിരുന്നു. ഇത് എങ്ങനെ ഉണ്ടാവും, അത് ജസ്റ്റ് ഒരു ഷോ മാച്ച് ആണോ, അല്ലെങ്കിൽ നമുക്കത് ബോക്സ് റെക്കിൽ ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ശരിക്കും പറഞ്ഞ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അവസാനം ഞാൻ രാജ സാറ് കളക്ടറോട് സംസാരിക്കുന്ന ഞാൻ കേട്ടു, ഇത് വീണ്ടും അദ്ദേഹം റിങ്ങിൽ ഇറങ്ങണം എന്നുള്ളത്, പ്രൊഫഷണൽ ബോക്സിങ്ങിൽ നിരന്തരമായിട്ട് ഇറങ്ങണം എന്നുള്ള രീതിയിലേക്ക് അത് പറയുന്നത് കേട്ടു. അദ്ദേഹം അത് എഗ്രി ചെയ്യുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു അടുത്തൊരു മാച്ചിൽ അദ്ദേഹത്തെ വീണ്ടും ഇതേ രീതിയിൽ കാണാം എന്ന് നമുക്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നടക്കാൻ ചാൻസ് ഇല്ല. പുള്ളിയുടെ പക്ഷേ നന്നായിട്ട് പുള്ളി ഇത് ചെയ്തു. അദ്ദേഹത്തിൻ്റെ റിഫ്ലക്സും ഒക്കെ പഞ്ച് ചെയ്തതും നല്ല രീതിയിലുള്ള ഹിറ്റ് ചെയ്തു. ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു ഫൈറ്റ് ആയിരുന്നില്ല. നന്നായിട്ട് പുള്ളി കളിച്ചായിരുന്നു. അതിനകത്ത് പുള്ളിയുടെ ഓരോ മൂവ്മെൻറ്റ്സും വളരെ വ്യക്തമാണ്. പുള്ളി അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ് പുള്ളി ആ ഷോർട്സിൽ സ്നേഹിൽ എന്ന് പറഞ്ഞ് പുള്ളിയുടെ പേര് വെച്ചിട്ടുള്ള പ്രോപ്പർ ഒരു പ്രൊഫഷണൽ ബോക്സർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള അതേ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആ ഒരു മാച്ച് കേരളത്തിൽ കൂടുതൽ പ്രൊഫഷണൽ ബോക്സിങ്ങിനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി. മാതൃഭൂമിയുടെ ഏറ്റവും ഫ്രണ്ട് പേജിൽ ആ ഒരു ഇതിനെപ്പറ്റി നല്ലൊരു വാർത്ത, ഒരു ഫോട്ടോ വെച്ച് തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു പ്രൊഫഷണൽ ബോക്സിങ്ങിനെ ജനകീയമാക്കുന്നതിലൊരു പ്രധാന പങ്ക് വഹിച്ച ഒരു നാഴികക്കല്ലാണ് ആ ഒരു മത്സരം എന്നാണ് പറയാം. ഇപ്പോഴും ലോക്കർ റൂമൊക്കെ അല്ലേ, ബോക്സിംഗ് ലോക്കർ റൂം, അതുപോലെ തന്നെ മനോരമ ഓൺലൈനിൻ്റെ ഓൺലൈൻ ചാനൽ, മാതൃഭൂമിയുടെ ഇതിലൊക്കെ ഇപ്പോഴും ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഷോർട്സിലൊന്ന് ഇതാണ് പുള്ളിയുടെ ആ ലാസ്റ്റുള്ള ഒരു സ്പീച്ച്. പക്ഷേ രസമായിരുന്നു, ഫൺ. പിള്ളേരോട് എന്താ പറയാ, ഉള്ളപ്പോ മാത്രമല്ല അവധി തരണമെന്ന് പറയുന്നത്, അവധി തരണതൊക്കെ വളരെ രസകരമായ, അതെല്ലാം റീൽസ് ആയിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. റിയലി ഗുഡ്. എന്താ പറയാ, ഡ്രഗ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അത് നമുക്ക് നന്നായിട്ട്, നമുക്കും റീച്ച് ഉണ്ടായി. തീർച്ചയായിട്ടും പ്രൊഫഷണൽ ബോക്സിങ്ങിനും നല്ല റീച്ച് ഉണ്ടായി. പിന്നെ കേരള ബോക്സിംഗ് കൗൺസിലിൻ്റെ സൈഡിൽ നിന്നും പുള്ളിക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കാൻ നമ്മൾ റെഡിയായിരുന്നു. ഇറ്റ് വെന്റ് ഓൺ വെരി വെൽ. പക്ഷെ അന്നത്തെ ആ ഫിറ്റ്നസ് ആയി നടന്ന ബാക്കി മത്സരങ്ങളിൽ തൗഫീർ അലി ആയിരുന്നു പ്രൊമോട്ടർ, ഫിറ്റ്നസ് അലി. അത് ബാക്കി മത്സരങ്ങളിൽ കുറച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസിൻ്റെ മത്സരങ്ങളിലൊക്കെ ചെറിയ വിഷയങ്ങൾ അല്ലെങ്കിൽ കോൺട്രവേഴ്സി ഉണ്ടായി. അത് എന്തായിരുന്നു? അത് ബോക്സിംഗ് മാച്ചിൽ കോൺട്രവേഴ്സീസ് നോർമലാണ്. ഇത്തരം വിഷയങ്ങളാണ് അതിനെ കൂടുതൽ അല്ലേ, ഇത് ശരിക്കും റീച്ച് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇപ്പൊ ഒരാള് ഇപ്പൊ തോറ്റുപോയി, ഇതൊരു ഡ്രാമയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണോ അതോ? ഇല്ല, അത് ഡ്രാമയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതല്ല. ഓക്കെ, അവർ ഡിസപ്പോയിന്റഡ് ആയി, അവർ എക്സ്പെക്ട് ചെയ്തില്ല അവർ ജയിക്കും. കാരണം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു മാച്ചിൽ ഇവിടെ വരുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു സൈഡിൽ ഡെബ്യൂ ഫൈറ്റേഴ്സ് മാത്രം കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിലുള്ളതെല്ലാം റാങ്കിങ് എന്ന് വരുന്നത്, അതിൽ നിന്ന് ഈ 10 മാച്ച് വന്നപ്പോഴത്തേക്കിനും ടോട്ടലി ചേഞ്ചായി. ഇവിടെയും അതേ രീതിയിൽ കേരളത്തിലും ഏറ്റവും മികച്ച പ്രോ ബോക്സേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായത്. അതിൻ്റേതായിട്ടുള്ളൊരു ഫ്രസ്ട്രേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക്. ഉണ്ട്, 100%. ആ ഒരു ഫ്രസ്ട്രേഷൻ അവിടെ ഉണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ 11-12 ബോക്സേഴ്സ് അവിടെ നിന്ന് വന്ന് ഈസി ആയിട്ട് ജയിച്ചു പോയി, 20 സെക്കൻഡിലൊക്കെ ജയിച്ചു പോയ അവസ്ഥയായിരുന്നു. പക്ഷേ
വെറും എനിക്ക് തോന്നുന്നു ചന്ദ്രുവൊക്കെ ആകെ 4 പഞ്ചേ ചെയ്തുള്ളൂ. 4ാമത്തെ പഞ്ചിൽ എതിരാളി നോക്കൗട്ട് ആവുകയാണ്. ടെക്നിക്കൽ നോക്കൗട്ട് വിളിച്ചു. കാരണം റഫറി തന്നെ പേടിച്ചു ഇനി മറ്റേ ആൾക്ക് വേറെ എന്തെങ്കിലും സംഭവിച്ചു പോകുന്നുള്ളത്. ഇപ്പോഴും ആംബുലൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ശരിക്കും. അതെ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലും കൂടെയാണ് പിന്നെയുള്ള മാച്ചുകളിലൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പിള്ളേരും കൂടെ വന്നുകൊണ്ടിരുന്നത്. ബട്ട് ഗ്രാജുവലി ഇവിടെയുള്ള ആൾക്കാരുടെ ട്രെയിനിങ് സിസ്റ്റം മാറി. അവർ കൂടുതൽ ട്രെയിനിങ്ങിലേക്കാണെങ്കിലും എന്താ പറയുക, പഠിക്കുന്ന കാര്യത്തിൽ ഒരുപാട് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ശരിക്കും ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് ബോക്സിങ്ങിനെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ നോക്കിയാൽ 2 പേര് ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്നു. ഈ 2 പേരും തോറ്റുപോയി. ജയിച്ചത് കേരള ബോക്സേഴ്സ് ആയിരുന്നു. അതിലൊന്ന് മിഥുൻ്റെയൊക്കെ മൂവ്മെന്റ്സ്, ഫാന്റാസ്റ്റിക് മൂവ്മെന്റ്സ്, ഡക്ക് ചെയ്തൊക്കെ തീർച്ചയായിട്ടും ഒരുപാട് എൻജോയ് ചെയ്തു. ഞാൻ ഒരു ജഡ്ജായിട്ട് അത്രയും അടുത്ത് നിന്ന് കാണാനായിട്ട് അത് സാധിച്ചാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ഭാവിയുള്ളൊരു ബോക്സറാണ് ശരിക്കും. ഇപ്പോൾ മിഥുനെ പോലുള്ള ഒരുപാട് പ്ലെയേഴ്സ് അമച്വർ ബോക്സിങ്ങിൽ നിന്ന് പ്രൊഫഷണൽ ബോക്സിങ്ങിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഫഷണൽ ബോക്സിങ് അമച്വർ ബോക്സിങ് തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. റൗണ്ട്സിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിലും സ്റ്റാമിനയുടെ കാര്യത്തിലും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. സ്ട്രെങ്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്ട്രാറ്റജിയുടെ കാര്യത്തിലും ഒക്കെ. അപ്പം ഈ കേരളത്തിൽ ശരിക്കും അമച്വർ ബോക്സിങ് നല്ല രീതിയിൽ ഉണ്ട്. ഈ അമച്വറിലെ മികച്ച പ്ലെയേഴ്സിനെ അല്ലെങ്കിൽ വാർത്തെടുക്കാനായിട്ട് ഏറ്റവും പ്രവർത്തിക്കേണ്ടത്, ശരിക്കും വർക്ക് ചെയ്യേണ്ടത് കോച്ചസാണ്. ഈ കോച്ചസിനെ അതേ രീതിയിലേക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് അവരെ മാറ്റേണ്ടതുണ്ട്. അതിന് KBCയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, എങ്ങനെ അവരെ നമുക്ക് ഒരു പ്രൊഫഷണൽ ബോക്സറാക്കി മാറ്റുന്ന ലെവലിലേക്ക് ഒരു കോച്ചസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും? അതിന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? നമ്മൾ 2024 ഓഗസ്റ്റിലാണ് L1 കോച്ചസ് ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. 102 കോച്ചസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സ്പോർട്സ് മെഡിസിൻ, സ്പോർട്സ് ന്യൂട്രീഷൻ, ബേസിക് ട്രെയിനിങ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് പ്രൊഫഷണൽ ബോക്സിങ്. ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് എന്താ പറയുക ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇത് മൊഡ്യൂൾസാണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ പോയി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും ആ ഡെബ്യൂ മാച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് ക്വാളിറ്റിയിലുള്ള ബോക്സിങ്ങിൻ്റെ ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ് ശരിക്കും വിസിബിൾ ആയിരുന്നു. അപ്പോൾ അത് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്തു. അത് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ആക്ച്വലി രജനീകാന്താണ് വന്ന് തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ രജനീകാന്ത് പ്രൊഫഷണൽ ബോക്സറും പ്രൊഫഷണൽ ബോക്സിംഗ് കോച്ച്, ദെൻ ഹീസ് എ പ്രൊമോട്ടർ ഓൾസോ. പുള്ളിയെ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നതായിരുന്നു. അതിനകത്ത് 102 പേര് വന്നെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 40-42 പേരോളം ശരിക്കും ബോക്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മറ്റ് മാർഷൽ ആർട്സ്, കരാട്ടെ, കുൻഫു, അങ്ങനെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അതിന്. കാരണം ആ ഒരു 60% ആൾക്കാരുടെ സൈഡിൽ നിന്ന് പിന്നെ വലിയ അനക്കങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ ഒരു 40% ആൾക്കാർ ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് നല്ല ബോക്സേഴ്സിന് ഇത് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഡിസ്ട്രിക്റ്റിൽ അവരത് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ചെയ്യാൻ തുടങ്ങി. ക്ലബ്ബുകൾ എടുത്തു, അവരങ്ങനെ കണ്ടിന്യൂ ചെയ്തു. സോ ഇറ്റ് വാസ് ഗോയിങ് ഫാന്റാസ്റ്റിക്കലി. ഇത് നന്നായിട്ട് തന്നെ അത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ മനസ്സിലാക്കി ഇവർ എല്ലാവരും കോച്ചസ് മാത്രമായി നിന്ന് പോകുന്നു എന്നുള്ളൊരു ഇത്. കാരണം ഒരു കോച്ചിന് എത്ര ലിമിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്, എത്ര ഭയങ്കര വലിയ കോച്ചായാൽ പോലും. അപ്പോൾ അവർക്കുള്ള ഏർണിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ നമ്മൾ L2 ക്യാമ്പ് കണ്ടക്ട് ചെയ്തു. വർക്ക്ഷോപ്പ് ലെവൽ 2 വർക്ക്ഷോപ്പ് 2 ദിവസത്തെ വർക്ക്ഷോപ്പായിരുന്നു. ലെവൽ 2 വർക്ക്ഷോപ്പ് ബേസിക്കലി ഫോക്കസ് ചെയ്തത് ബിസിനസ് ബിഹൈൻഡ് ബോക്സിങ്. അതായത് ശരിക്കും പ്രൊഫഷണൽ ബോക്സിങ്ങിൻ്റെ പുറകിൽ എന്താണ് ബിസിനസ് എന്നുള്ളത് അറിയുക. മാർക്കറ്റ്, ശരിക്കും ഗ്ലോബൽ മാർക്കറ്റിലുള്ള റീച്ച് എന്താണ്, ഏതൊക്കെ രീതിയിൽ ഒരു ബോക്സറിന് ഗ്രോ ചെയ്യാൻ പറ്റും, ഒരു കോച്ചിന് ഏത് രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റും, ഇതുകൂടാതെ മറ്റ് ഗ്രോ ചെയ്യാനുള്ള അവന്യൂസ് എന്തൊക്കെയാണ്, മാച്ച് മേക്കർ, പ്രൊമോട്ടർ, ബോക്സർ മാനേജർ, ഓക്കെ, ഇങ്ങനെ പല രീതിയിലൊക്കെ സാധ്യതകളുണ്ടെന്ന് അറിയുന്നത് തന്നെ ഈ ഒരു ശരിക്കും ലെവൽ 2 ശേഷമാണ്, ലെവൽ 2 ക്യാമ്പിലൂടെയാണ്. ഇപ്പോൾ ലെവൽ 2 ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. നമ്മൾ ആ ലെവൽ 2 ക്യാമ്പിന് പോലും നമ്മൾ സ്ക്രീൻ ചെയ്തിട്ടാണ് അതിനകത്ത് ആൾക്കാരെ എടുത്തത്. നമുക്ക് ടോട്ടൽ ഉണ്ടായിരുന്ന
5 പാർട്ടിസിപ്പൻസ് ആണ് ഉണ്ടായിരുന്നത്. ഈ 35 പാർട്ടിസിപ്പൻസും പ്രോപ്പർ ബോക്സിംഗ് ബാക്ക്ഗ്രൗണ്ട്, ഒന്നുകിൽ ബോക്സിംഗ് കോച്ചസ് ആയിരിക്കണം, അല്ലെങ്കിൽ അവർ ബോക്സിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം, അതും അല്ലെങ്കിൽ പ്രൊഫഷണൽ ബോക്സർ ആയിരിക്കണം. ഇങ്ങനെ ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ശരിക്കും നമ്മൾ അവരെ അവരുടെ സ്ക്രൂട്ടണി ചെയ്ത് അവരെ എടുത്തത്. അതായത് ആ വർക്ക്ഷോപ്പിലേക്ക് അറൗണ്ട് 26 മേലുള്ള ആൾക്കാരെ നമ്മൾ റിജക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളത് കുറച്ച് ആൾക്കാർ കുറച്ച് തന്നെ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ആ ഒരു വർക്ക്ഷോപ്പ് മുമ്പോട്ട് കൊണ്ടുപോയത്. ബട്ട് അത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. ഈ 35 പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% ആൾക്കാരും അതിനകത്ത് കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരാൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. അതുപോലെ കൊണ്ടുവരാൻ കഴിവുള്ളവരാണ്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇനിയത്തെ കേരളത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്. ശരിക്കും ആ തുടക്കം അവരിൽ നിന്നായിരിക്കും. എനിക്ക് തോന്നുന്നു അതിൻ്റെ കോൺട്രിബ്യൂഷനൊക്കെ തന്നെയാണ് ഇപ്പോഴും അതിൽ പങ്കെടുത്തവരാണല്ലോ. അതിനുശേഷം 2 മാച്ചുകൾ നടത്തിയത്. 15 ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത മാച്ച് വന്നു. പുതിയ പ്രൊമോട്ടേഴ്സ് വരാൻ തുടങ്ങി. വിനോദ് KS ടൈറ്റിൽ ബോക്സിംഗ് പ്രൊമോഷൻസ് സ്റ്റാർട്ട് ചെയ്തു. പുള്ളിക്കാരൻ ഓൾറെഡി ടൈറ്റിൽ ബോക്സിംഗ് ക്ലബ് ഉണ്ട്. അതെ, അക്ഷയ് ചഹലിന്റെ മാച്ച് ഫസ്റ്റത്തെ മാച്ച് ഇവിടെ നടക്കുന്നത് ഈ ടൈറ്റിൽ ബോക്സിംഗ് ക്ലബിൽ വെച്ചിട്ടാണ്. ബട്ട് ആ ക്ലബിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കണം, ഭയങ്കരമായിട്ട് സ്ഥലത്ത് അത്രയും ഒരു ഏരിയയില് കേരളത്തിൽ ഉണ്ടാവില്ല അത്രയും എക്യുപ്മെന്റ്സും റിങ്ങും എവർലാസ്റ്റിന്റെ റിങ്ങും. ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ ഉണ്ടാവില്ല. അതുപോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് പുള്ളി അവിടെ ചെയ്തിട്ടുണ്ട്. അത് 2016 ആ സമയത്താണ് പുള്ളി ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആലോചിക്കണം, ആ സമയത്ത് പ്രൊഫഷണൽ ബോക്സിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോഴേ പുള്ളി അതിനകത്ത് അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള. അദ്ദേഹത്തിന് പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് അതിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് കാണാൻ കഴിഞ്ഞതാണ്. പുള്ളിക്കാരന് ഈ WBC കെയറിന്റെ ഒരു ബെൽറ്റ് ഹോൾഡറും കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ തൗഫീർ അലി ഈ മൂവ്മെന്റ്, ബോഡി മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ അനിമൽ ഫ്ലോ ഒക്കെ കാണുന്നില്ലേ, ശരിക്കും അതിൻ്റെ ഒരു കുറച്ചുകൂടെ വലിയൊരു ഏരിയ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. പുള്ളിക്ക് അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. പുള്ളി തായ്ലൻഡിൽ അവിടെയൊക്കെ പോയിട്ട് ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ച് അതിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സുകൾ പുള്ളി ചെയ്യുന്നുണ്ട്. ദുബായിലൊക്കെ പോയി ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെ ശരിക്കും പ്രൊമോട്ടേഴ്സ് ആവാൻ തുടങ്ങി. ഫിറ്റ്നസ് തായ് ആണ് പുള്ളിയുടെ കമ്പനിയുടെ പേര്. റെയിൻ വാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു പ്രൊമോഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അവരാണ് ഈ കളക്ടർ ഉണ്ടായിരുന്ന ഈ മാച്ച് അവർ കണ്ടക്ട് ചെയ്തത്. സ്നെയിൽ കുമാർ സിംഗ് സർ, അതായത് ഈ കളക്ടർ പുള്ളിയുടെ സ്റ്റുഡൻ്റ് ആണ്. ഈ ഫിറ്റ്നസ് തായ് തൗഫീർ അലിയുടെ സ്റ്റുഡൻറ്റും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരാൻ തുടങ്ങി. അതായത് പ്രൊമോട്ടേഴ്സായിട്ട് പലരും ബോക്സർ മാനേജ്മെൻറ്റ് ലൈസൻസ് എടുത്തു ബോക്സേഴ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി. പിന്നെ ശ്യാം പൃഥ്വിരാജ് ബോക്സർ മാനേജ്മെൻറ്റ് ലൈസൻസും എടുത്തു, ദെൻ പ്രൊമോട്ടർ ലൈസൻസും എടുത്തു. അങ്ങനെ പല പല രീതിയിലുള്ള ആൾക്കാർ വരാൻ തുടങ്ങി. രാജേഷ് രാജ്, പുള്ളി ഹിറ്റ്മാൻ ബോക്സിംഗ് പ്രൊമോഷൻസ് പറഞ്ഞ് പുള്ളി ഒരെണ്ണം എടുത്തു. ICF ആണ് നമ്മുടെ ശ്യാം പൃഥ്വിരാജിൻ്റെ, ICF എന്ന് പറഞ്ഞിട്ട് പുള്ളി എടുത്തു. പ്രൊമോഷൻ കമ്പനീസ് ശരിക്കും ഒരു വലിയൊരു ചേഞ്ചാണ് ഇവിടെ കൊണ്ടുവരാനുള്ളത്. ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതും അവർ തന്നെയാണ്. ഒരുപാട് പ്രൊമോഷൻ കമ്പനീസ് ആ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നു. ശരിക്കും ഇതിൻ്റെ പ്രൊഫഷണൽ ബോക്സിങ്ങിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ജനങ്ങളാണ്. ഇത് കൂടുതൽ ജനകീയമാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ വോളിബോൾ, ഫുട്ബോൾ, ഇതൊക്കെയാണ് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ. ഒരുപക്ഷെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളൊക്കെ ഒരുപാട് മുകളിൽ വരുമാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജനകീയതയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ലോകം മുഴുവൻ ഇതിനൊക്കെ ഒപ്പമോ അല്ലെങ്കിൽ മുകളിലോ നിൽക്കുന്ന ഒന്നാണ് പ്രൊഫഷണൽ ബോക്സിങ്. അപ്പോൾ ഇതിനെ കേരളത്തിൽ ജനകീയമാക്കാനായിട്ട് KBCയുടെ ഭാഗത്തു നിന്നുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരാൾ താങ്കളാണ്. തീർച്ചയായിട്ടും അതറിയാലോ. സോ സിൻസ് യു ആർ ദ എഡ്യൂക്കേഷൻ കോർഡിനേറ്റർ ഫോർ ദിസ്, ആ റെഗുലർലി ചെയ്യുന്ന എഡ്യൂക്കേഷണൽ വീഡിയോസ് അത് ഭയങ്കര സക്സസ്ഫുൾ ആണ്. ലാസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് അറൗണ്ട് 50K മേളിൽ വ്യൂസ് ഉണ്ട്. ഐ മീൻ അക്ഷയ് ചാഹൽ ആ മത്സരത്തെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ, മാനി പാക്യോയുടെ വീഡിയോ ചെയ്തത് ഭയങ്കര ക്ലിക്കായിരുന്നു. മെയ്വെതറിന്റെ 2000 കോടി റെമ്യൂണറേഷൻ വാങ്ങിച്ച ആ ഒരു മാച്ചിന്റെ വീഡിയോസ്. ബേസിക്കലി
എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അത് യു ആർ ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. ആ ഒരു സൈഡിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു ആംഗിളിൽ. ഇത് കൂടാതെ ഇപ്പോൾ ഗ്ലോബലി ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അത് ബോക്സിംഗ് ആണ്. ഇവിടെ അത് ജനകീയമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അമച്വർ ബോക്സിങ്ങിൻ്റെ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, വോളിയം ഭയങ്കര വലുതാണ്. പക്ഷെ അത് ശരിക്കും നമ്മൾ ഇവിടെ കൊണ്ടുവരണം. അതായത് ഈ അമച്വർ ബോക്സിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിള്ളേർ പ്രൊഫഷണൽ ബോക്സിങ്ങിലേക്ക് വരണം. ഇതാണ് ശരിക്കും മറ്റ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത്. അവരുടെ അമച്വർ ബോക്സിംഗ് സിസ്റ്റവും വ്യത്യാസമുണ്ട്. ഇപ്പം ഇവിടെ നമ്മൾ അമച്വർ ബോക്സിങ്ങിൽ പങ്കെടുക്കുന്ന പിള്ളേരുടെ മാക്സിമം എയിം എന്താണെന്നറിയാം? ഗവൺമെൻറ് ജോലി, ഒളിമ്പിക്സ്, അങ്ങനെയൊക്കെ മെഡൽ നേടുക, മെഡൽ, ഗ്രേസ് മാർക്ക്, ഇങ്ങനെയുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടാർഗറ്റ്സേ അവർക്കുള്ളൂ, അല്ലെ എയിമേ, സ്വപ്നങ്ങളേ ഉള്ളൂ. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ അവിടുത്തെ അമച്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ അമച്വർ ചാമ്പ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലെ പ്രോ ബോക്സറാണ്. അതായത് അതിനു വേണ്ടിയാണ് ഫൗണ്ടേഷനായിട്ടാണ് മറ്റു രാജ്യങ്ങളിലത്. അവരുടെ അമച്വർ സിസ്റ്റവും അങ്ങനെയാണ്. അതായത് എനിക്ക് തോന്നുന്നു ഫൈറ്റ് നിയമങ്ങളിലും ഒക്കെ അവിടെ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഞാൻ സ്കൂൾ ഗെയിംസ് മത്സരം അടുത്തിടെ പോയി കാണുകയുണ്ടായി. ഒരിക്കലും റഫറി ഹിറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല, ഏതാ പഞ്ച് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല. ഒരു പഞ്ച് കഴിഞ്ഞാൽ പിന്നെ പോയിന്റ്. അതെ, ഫെൻസിങ് എന്ന് മറ്റാണ് രാജാ സാർ അതിനെ അല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ലെവൽ 2 കോച്ചസ് ക്യാമ്പൊക്കെ നടത്തി ഇത്തരം കോച്ചസിനെ ആദ്യം അവെയർ ചെയ്യണം. എന്താണ് പ്രൊഫഷണൽ ബോക്സിങ്ങിൽ സംഭവിക്കുന്നത്, എങ്ങനെ റിയൽ ബോക്സ് ചെയ്യാൻ പറ്റണം, ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു പഞ്ചിൻ്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട് ആ ഒരു വ്യത്യാസമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. നല്ല ബോക്സേഴ്സ് ഒരുപാട് പേരുണ്ട്, പക്ഷെ ഫൈറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല, എന്ത് ചെയ്യാൻ പറ്റും? അതെ, അപ്പം അത് മാത്രമല്ല സാങ്ഷനിങ് സിസ്റ്റം. യെസ്, ഓക്കെ, ഈ ബോഡി ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. ഇപ്പോൾ അങ്ങനെ ഒരുപാട്, അത് എല്ലാത്തിലും ഉണ്ട് കേട്ടോ. അത് ബോക്സിങ്, അമച്വർ ബോക്സിങ്ങിൽ മാത്രമല്ല, എല്ലാ മാർഷൽ ആർട്സിലും ഈ ഫേവറിറ്റിസം അല്ലെങ്കിൽ എന്താ പറയുക, മാനിപ്പുലേറ്റ് ചെയ്യുക, റിസൾട്ട്സ് ഈ സംഭവം ഭയങ്കരമായിട്ടുണ്ട്. അതിനൊരു കോമൺ ഒരു സിസ്റ്റം ഉണ്ടാകണം എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം പല കഴിവുള്ള പിള്ളേരും ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും അവർ വേണ്ടാന്ന് വെച്ചിട്ട് കളഞ്ഞിട്ട് പോകും. അതെ, അവർ മടുത്തു പോകും. അപ്പോൾ ഈ മടുത്തിട്ട് പോകുന്നവരെ ശരിക്കും കഴിവുള്ള ആൾക്കാരായിരിക്കും. അവരെ നമുക്ക് പിന്നെ റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ശരിക്കും പ്രൊഫഷണൽ ബോക്സിങ്ങിൽ പല ആൾക്കാരും അങ്ങനെ ഒരു സമയത്ത് അമച്വർ കളഞ്ഞിട്ട് പോയ ആൾക്കാർ ഇപ്പോൾ പ്രൊഫഷണൽ ബോക്സിങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, ശരിക്കും അമച്വർ ബോക്സിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കണം പ്രൊഫഷണൽ ബോക്സിംഗ് എന്നുള്ളത്. അപ്പോൾ അവരെ ശരിക്കും ആ സ്റ്റേജിൽ എഡ്യൂക്കേറ്റ് ചെയ്യണം, അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ പ്രൊഫഷണൽ ബോക്സിങ്ങിൻ്റെ ഇന്ത്യയിലുള്ള പ്രൊഫഷണൽ ബോക്സിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രൊട്ടസ്റ്റ് സിസ്റ്റമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരാൾ തോറ്റു എന്ന് വിചാരിക്കുക, അവർക്കിപ്പോൾ തോന്നുകയാണ് ഇല്ല ഇതിനകത്ത് 1-2 ഫൗൾസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 1-2 ഇത് വാസ് നോട്ട് റൈറ്റ്, അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ എപ്പോഴും കൊടുക്കുന്നുണ്ട്. ആ പ്രൊട്ടസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അപ്പം തന്നെ ഓൺലൈനിൽ കയറി പ്രൊട്ടസ്റ്റ് ഫയൽ ചെയ്യാം IBCയുടെ സൈറ്റിൽ. അതിനുശേഷം ഇവരതിനെ റിവ്യൂ ചെയ്യും. കംപ്ലീറ്റ് വീഡിയോസ് നമ്മൾ എല്ലാത്തിനും എടുക്കാറുണ്ട്, അത് എടുക്കണം എന്നുള്ളത് റൂളാണ്. അപ്പോൾ ആ വീഡിയോസ് വെച്ചിട്ട് അത് വീണ്ടും റിവ്യൂ ചെയ്തിട്ട് ഒന്നുകിൽ അതിനെ ആ മാച്ചിനെ വോയിഡ് ആക്കുകയോ നോ കോൺടെസ്റ്റ് എന്നുള്ള രീതിയിലാക്കുകയോ. പ്രൊഫഷണൽ ബോക്സിങ്ങിനെ പറ്റിയാണ്, പ്രൊഫഷണൽ ബോക്സിംഗ്. അപ്പോൾ ഈ സിസ്റ്റം ഒരു ഭയങ്കര കോൺഫിഡൻസ് തരുന്നൊരു സിസ്റ്റമാണ്, ഒരു ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ. എക്സാക്ട്ലി. പക്ഷെ അമച്വറിൻ്റെ സൈഡിലും അങ്ങനത്തെ സിസ്റ്റമൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഗെയിം ചേഞ്ച് ചെയ്യുന്നത് വേറെ ലെവലിലായിരിക്കും. എനിക്ക് തോന്നുന്നു അമച്വർ ബോക്സിങ്ങിൽ 18 വയസ്സാണ് മാച്ചിന് ഇറങ്ങാനുള്ള ഒരു പ്രായപരിധി എന്ന് പറയുന്നത്. ശരിക്കും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതിന് താഴേക്കാണ് ശരിക്കും. അത് ഈ അമച്വർ ബോക്സിങ് തന്നെയാണ് അത് ചെയ്തെടുക്കേണ്ടത്. കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും 12 വയസ്സ് തൊട്ട് 13 വയസ്സ് തൊട്ട് സ്കൂൾ ഗെയിംസിലൊക്കെ എല്ലാ സ്കൂളിൽ നിന്നും മത്സരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇതെല്ലാ സ്കൂളുകളിൽ നിന്നും പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ബോക്സിംഗ് എന്ന് പറയുന്ന ആർട്ട് കേരളത്തിലുടനീളമുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രൊഫഷണൽ ബോക്സിങ്ങിലേക്ക് നമ്മൾ സ്വപ്നം കാണുന്ന പോലെ ഒരു വേൾഡ് ചാമ്പ്യനെ കേരളത്തിൽ നിന്ന് കണ്ടെത്തുക എന്ന് പറയുന്നതൊക്കെ സാധ്യമാണ്. അത് ഈ പറയുന്ന വ്യത്യാസം അതിലുണ്ടാവണം.
ഇപ്പം വെളിയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 7 വയസ്സിൽ ഒക്കെ അവരുടെ ബോക്സിങ് ജേർണി സ്റ്റാർട്ട് ചെയ്യും. ഒരു 7 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. അവരുടെ സ്കില്ല് കണ്ടെത്തുവാണ് അപ്പോഴേ. ആ സമയത്തെ അവർ പ്രാക്ടീസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ബോക്സിങ്ങിൻ്റെ സ്റ്റൈലിൽ അവർ പ്രാക്ടീസ് ചെയ്യണം. അതായത് പ്രൊഫഷണൽ ബോക്സിങ്ങിൻ്റെ ഒരു മിനിയേച്ചറാണ് ശരിക്കും അവിടുത്തെ അമച്വർ ബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആലപ്പുഴ ജിംഖാന പോലെ തന്നെയാണ്. ഗ്രേസ് മാർക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷയല്ല പലരും. അങ്ങനെ പോകുന്നു, 1 മാസം 2 മാസം പ്രാക്ടീസ് ചെയ്യുന്നു, പോയി ഇറങ്ങുന്നു എന്നുള്ള ഒരു ലെവലിലാണ് കേരളത്തിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കേസ്. ബട്ട് യെസ്, ഡെവലപ്പ് ആവും എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. അടുത്ത ഒരു 5 വർഷം കഴിഞ്ഞിട്ട് എന്തായിരിക്കും എനിക്ക് രാകേഷിനോട് ചോദിക്കാനുള്ളതാണ്. ഹൗ ഡു യു സീ ദാറ്റ്? അടുത്ത ഒരു 5 വർഷം. തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളിൽ ഏതൊരു രാജ്യത്തും ഒരു തുടക്കമുണ്ടായിരുന്നു, അതിനുശേഷം അതിനൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. കേരളവും അതിൻ്റെ ആ ഒരു തുടക്ക സ്റ്റേജിലാണ്. ഇപ്പോൾ തന്നെ ഇത്രയധികം മാറ്റങ്ങൾ വാജിദിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സപ്പോർട്ട് കേരള ബോക്സിംഗ് കൗൺസിലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അതിനെ വളർത്തുന്ന കാര്യത്തിൽ, അതുപോലെ രാജ സാറിൻ്റെ കാര്യത്തിലാണെങ്കിലും കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് അദ്ദേഹവും ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. അത്രയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അടുത്ത ഒരു 5 വർഷം കൊണ്ട് നമ്മൾ കേരളം ഇന്ത്യയിലെന്നല്ല പുറത്തേക്ക് ആൾക്കാരെ, ഇപ്പോൾ തന്നെ ചന്ദ്രുവൊക്കെ വെളിയിലേക്ക് രാജ്യങ്ങളിലേക്ക് പോയി മത്സരിക്കുന്ന ലെവലിലേക്കായി. തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് അത്തരം ബോക്സേഴ്സ് ഓരോ പേരുകളായിട്ട്, ഓരോ കഥകളായിട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഇൻഷാല്ലാ അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ, പുതിയ സ്റ്റോറീസ് ഉണ്ടാവട്ടെ. എനിക്ക് കഥകളാണ് വേണ്ടത്. ഇപ്പം പ്രവീണിന്റെ മാച്ച് ഇന്നിപ്പോ എനിക്കൊണ്ട് ഈ ഇത് ഇറങ്ങുന്ന സമയത്ത് നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഗ്ലൗ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ മത്സരം നടക്കാനായിട്ട് ഓൾറെഡി ഗ്ലൗ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, ഇന്ന് അക്ഷയ് ചാഹലുമായിട്ട് റാങ്ക് നമ്പർ 1 അക്ഷയ് ചാഹലുമായിട്ടുള്ള മാച്ച് ഇന്ന് നടക്കാൻ പോവാണ്. അതായത് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന ഈ സമയത്ത് അങ്ങനെ ഒരു അവിടെ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ റിസൾട്ട് എന്നുള്ളത് ഈ പോഡ്കാസ്റ്റിൽ നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത പോഡ്കാസ്റ്റിൽ നമ്മൾ ആ ഒരു വിലയിരുത്തുകയാണെങ്കിൽ അക്ഷയ് ചഹലിനെ പോലൊരു ഫൈറ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പോൾ പ്രവീണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രവീൺ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൈറ്ററാണ്. ഇപ്പോൾ വെലാലംപുയയായിട്ട് മറ്റേ മിസോറാമിൽ മാച്ച് നടന്നു. ബ്യൂട്ടിഫുൾ മാച്ച്, മുഴുവൻ റൗണ്ടും കംപ്ലീറ്റ് 8 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അവർ പറഞ്ഞത് 3 റൗണ്ടിൽ ക്ലോസ് ചെയ്യും, ഇവനെ നോക്കൗട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. പക്ഷെ 8 റൗണ്ടും പിടിച്ച് നിന്നു എന്ന് മാത്രമല്ല, ഹി ഗേവ് എ വെരി ഗുഡ് ഫൈറ്റ്. ഓക്കെ, അപ്പോൾ മിസോറാമിൽ ഫാൻസ് ആയിരുന്നു പ്രവീണിന്. എത്ര മെസ്സേജ് എന്നറിയാൻ വന്നത്, പുള്ളിക്കാരനെ ഇതിൽ ഇന്റർനാഷണലിലേക്ക് വിടണം. അങ്ങനത്തെ ഭയങ്കര രസമുള്ള ഇതായിരുന്നു, റിസൾട്ടായിരുന്നു അതിൻ്റെ വന്നത്. പക്ഷെ വെലാലംപുയാണ് ജയിച്ചത്. ബട്ട് ഹി ക്രിയേറ്റഡ് ഫാൻസ്. നമ്മുടെ അലി മുക്സത്തിന്റെ മാച്ച് പോലെ മണികണ്ഠൻ ജയിച്ചു. പക്ഷെ എന്ത് വന്നാലും ഒരു കൂട്ടം ആൾക്കാർ അദ്ദേഹം ഒരു മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പൊ അലി മുക്സത്തിന്റെ കേസിൽ അങ്ങനെയായിരുന്നല്ലോ, ഹി വാസ് എ പീപ്പിൾസ് ചാമ്പ്. ഓക്കെ, പക്ഷെ ഹി ലോസ്റ്റ്, പക്ഷെ പീപ്പിൾസ് ചാമ്പ് അവനായിരുന്നു. സംഭവം ഹി കുഡിൻ കണ്ടിന്യൂ. ആൻഡ് ഇപ്പം പുള്ളി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രവീൺ ഒരു നല്ലൊരു ഇതായിരുന്നു. അതുപോലെ തന്നെ മിഥുൻ ഹാസ് ഫ്യൂച്ചർ. നല്ല രസമായിട്ട് ഭയങ്കര സ്റ്റൈലിഷ് ഗെയിമാണ് ഇതിൻ്റെ. ശ്രവൺ ദാസ് അഗെയിൻ അൺഡിസ്പ്യൂട്ടഡ് ആണ് ആസ് ഓഫ് നൗ. എല്ലാം ജയിച്ചിരിക്കുകയാണ്. വെരി സ്ട്രോങ് ഫൈറ്റ്. ഓക്കെ, സ്ട്രോങ് പഞ്ചസ് ആണ്. അത് രസമുള്ളൊരു ഫൈറ്ററാണ് ശ്രവൺ ദാസ്. എഡ്വിൻ ഇസ് ഗുഡ്. പിന്നെ അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ. ലക്ഷ്മി ലാസ്റ്റ് ഈ ടൈറ്റിൽ മാച്ചിൽ കളിച്ച ലക്ഷ്മി രസകരമായിട്ടുള്ള ഒരു ഫൈറ്റ്, വെരി ഗുഡ്. ആറ്റിറ്റ്യൂഡൊക്കെ എന്ത് രസമായിരുന്നു അറിയാം. ഷീസ് ഗുഡ്. അപ്പം ഇങ്ങനെ ഒരുപാട് രസമായിട്ടുള്ള മാച്ചുകൾ നടക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ബേസിക്കലി എന്റർടൈനിങ് മാച്ച് ആയിരിക്കും. ഇതുപോലെ ആൾക്കാർ കാണാനായിട്ട് കാത്തിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു നടക്കുന്ന മാച്ച്, ഇപ്പോൾ നടക്കുന്ന ഒരു മാച്ചിന് നല്ലൊരു ഓഡിയൻസ് ലൈവായിട്ട് കാണാനായിട്ട് കേരളത്തിൽ നിന്നുണ്ടാവും. കേരളത്തിൽ നിന്ന് ഭയങ്കര, നമ്മൾ ചെയ്ത വീഡിയോസ് തന്നെ അത്രയും കയറി അതിൻ്റെ ഒരു പ്രതിഫലമാണ്. അത് വന്നിരിക്കുന്ന കമൻസും ഒക്കെ നല്ല ഫാൻ ഫോളോയിങ്. അങ്ങനത്തെ ഫാൻ ഗെയിമാണ് ശരിക്കും പറഞ്ഞ പ്രൊഫഷണൽ ബോക്സിംഗ് ഉള്ളത്. അപ്പോൾ ആ ലെവല് എന്തായാലും അടുത്ത 5 വർഷത്തിൽ ഉറപ്പായിട്ട് ഇന്നത്തെ നമ്മുടെ കേരള ബോക്സിംഗ് കൗൺസിൽ കമ്മിറ്റി അത്രയും സ്ട്രോങ് ആണ്. ഇപ്പോൾ സിൻസ് യു ആർ ഹാൻഡ്ലിങ് ദ എഡ്യൂക്കേഷൻ സെഷൻസ്,
പിന്നെ അൻഷാ താഹയാണ് ഇവിടുത്തെ. അൻഷാ താഹയും ദർശൻ റോഡ്രിഗസും കൊല്ലം ബോക്സിംഗ് കൗൺസിലിന്റെ വളരെ ആക്റ്റീവായിട്ട് അവർ കാര്യങ്ങൾ ചെയ്തു. അവരുടെ ബീച്ച് ബോക്സിംഗ് ഭയങ്കര ഹിറ്റായിരുന്നു. ആദ്യത്തെ 8 റൗണ്ട് മാച്ച് നടത്തിയതൊക്കെ അഭിനവ് അഭിനവ് ഭയങ്കര നല്ലൊരു ബോക്സറായിരുന്നു. അഗെയിൻ നല്ലൊരു ഓഡിയൻസിനെ അവിടെ കൊണ്ടുവരാൻ. കാരണം അതിന്റെ സ്റ്റോറീസും പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഹിറ്റ് ആകും. കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സിങ്ങിന്റെ ഹബ്ബാ. ഓക്കെ, മറ്റേ ലേഖ മാഡം ഒക്കെ അവിടെ നിന്നാണല്ലോ, ലേഖ KS. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ബീച്ച് ബോക്സിങ് ചെയ്ത് ഭയങ്കരമായിട്ട് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തൊരു സ്ഥലമാണ്. അപ്പോൾ ദേ ഡിഡ് എ വെരി ഗുഡ് ജോബ് അൻഷാ താഹ ചെയ്ത്. ഇപ്പോൾ രാജൻ മാഷും പിന്നെ രാജു ഇവർ രണ്ടുപേരുമാണ് മറ്റേ മലപ്പുറം കൗൺസിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവരുടെ പുതിയ മാച്ച് ഇപ്പം ഡിസംബർ 1st വീക്കിലോ 2nd വീക്കിലോ ഉണ്ടാവും. KL10 എന്ന് പറഞ്ഞിട്ട് ഒരു KL10 ഷോ ഡൗൺ, അതാണ് ഇതിൻ്റെ പേര്. അതും നല്ല രസമുള്ളൊരു മാച്ചാണ്. അവർ അതിനകത്ത് അമച്വർ മാച്ചും പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സീ, ദാറ്റ്സ് ഓൾസോ ഗോയിങ് ടു ബി എ ഗുഡ് ഗെയിം ചേഞ്ചർ. ദെൻ കാലിക്കറ്റ് കൗൺസിൽ ഫസ്റ്റത്തെ ഒരു വർഷം ഭയങ്കര ഡള്ളായിരുന്നുവെങ്കിലും പിന്നെ അവർ ഭയങ്കരമായിട്ട് കയറി. അപ്പോൾ KDBC ആദ്യത്തെ മാച്ച് അവിടെ കണ്ടക്ട് ചെയ്തു. അവിടെ നിന്ന് 2-3 പ്രൊമോട്ടേഴ്സ് അവിടെ നിന്ന് പ്രൊമോട്ടേഴ്സായി. അപ്പോൾ അതിൽ രണ്ടുപേരല്ല, അതിനുശേഷം നമ്മുടെ ഫിറ്റ്നസ് തായിയുടെ മാച്ച് അവിടെ നടന്നു. അപ്പോൾ ശരിക്കും അവിടെ ഇപ്പം അടുത്ത മാച്ച് അടുത്ത് തന്നെ നടക്കാനിരിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു അത് ജാനുവരിയിൽ ഉണ്ടാവും അവിടുത്തെ കാലിക്കറ്റിലെ മാച്ച്. കാലിക്കറ്റും ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. നമുക്ക് മോസ്റ്റ് ഓഫ് ദ ഏരിയാസ് ഇപ്പം ഏപ്രില് ഇത് ആലപ്പിയുടെ മാച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അന്ന് അതേ രീതിയിൽ നടത്തിയെങ്കിൽ വളരെ എനിക്ക് തോന്നുന്നൊരു ഏറ്റവും കുറഞ്ഞ ഒരു 5000 പേരെങ്കിലും കാണാൻ വരുന്ന രീതിയിലേക്ക് ഹരിപ്പാട് വെച്ചൊരു മാച്ച് കണ്ടക്ട് ചെയ്യണമെന്നാണ്. അത് നമുക്ക് നല്ല ഇന്റർനാഷണൽ ബോക്സേഴ്സിനെ ഒക്കെ നമുക്ക് കൊണ്ടുവരണം. ഇപ്പം ലുലു മാച്ചിൽ നമ്മൾ അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ ബോക്സർ വന്ന പോലെ ഇവിടെയും ഇന്ത്യക്ക് വേണ്ടി ഒരാൾ പ്ലേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാച്ച് എന്തായാലും അവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് ശ്രീലങ്കയിൽ നമ്മുടെ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സീ, അതും നമുക്ക് ഹരിപ്പാടും ഒരു മികച്ച പ്ലെയറിനെ എനിക്ക് അവിടെ ഇറക്കണമെന്നുണ്ട്. നമ്മൾ തന്നെ ട്രെയിൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവരിക, ഇങ്ങനെയുള്ള മാച്ചുകൾ കണ്ടക്ട് ചെയ്യുക. ലെറ്റ്സ് ക്രിയേറ്റ് മോർ സ്റ്റോറീസ്, അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇപ്പം നിലവിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് മളവാൻസിന്റെ ബോക്സിംഗ് എന്നാണ് പലരും പറയുന്നത്. അതിനകത്ത് വേറെ കോമഡി ഉണ്ട് കേട്ടോ. ഈ മണവാളൻ്റെ ബോക്സിങ് കണ്ടിട്ട് കേരള ബോക്സിംഗ് കൗൺസിൽ ഇതൊന്നും കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് കൗൺസിലിൻ്റെ പേജിലൊക്കെ ആൾക്കാർ ചോദിച്ചിരിക്കുക. അതും ഇൻസ്റ്റയിലൊക്കെ കേരള ബോക്സിംഗ് കൗൺസിൽ ഇതെന്താണ് സംഭവം എന്നൊക്കെ. അപ്പോൾ ഞാനതിനൊക്കെ റിപ്ലൈ കൊടുത്തു, ഇത് MMA ആണ്, ബേസിക്കലി ബോക്സിംഗ് അല്ല, ഇത് MMA ആണ്. അപ്പൊ MMA ഒരു സിസ്റ്റം വേറെയാണ്. ഞങ്ങളുടെ ഇങ്ങനെ അല്ല, ഇത് ഞങ്ങളുടെ അല്ല, ഇതെന്റെ ഗർഭമല്ല എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നു. പക്ഷെ ആ മാച്ചിനെ കുറിച്ച് ഇപ്പൊ എൻ്റെ ഒരു കമന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വളരെ ബിഗിനർ ആയിട്ടുള്ള ഒരാൾ കളിക്കുന്ന ഒരു മാച്ച് ആയിരുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. കാരണം അത് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അതിന് ഇതിന് മാത്രം ട്രോളൊക്കെ ആയിട്ട് ഇത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അവൻ വരെ ഒരു യൂട്യൂബർ ആയതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഇതാരും കാണുക പോലുമില്ല. ഇങ്ങനത്തെ ഒരു 300ഓളം മാച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അവൻ സ്റ്റേറ്റ് ചാമ്പ്യൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അതിനെ പ്രൊജക്റ്റ് ചെയ്തപ്പോഴത്തേക്കും ആൾക്കാർ വെറുതെ വിടില്ലല്ലോ, നമ്മൾ മലയാളികളല്ലേ. അപ്പോൾ കൊന്ന് എന്നുള്ളതാണ് സത്യം. ട്രോളി കൊന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ ഇതിന് മുമ്പും ഒരു മാച്ച് എന്തോ മണവാളൻ കളിച്ചിട്ടുണ്ട്, അതിൽ പുള്ളി തോറ്റു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ അങ്ങനെ ഒരു മാച്ച് കണ്ടായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇത് സെക്കൻഡ് ഗെയിമാണ്. ഇത് ജയിച്ചു, ഒറ്റ മാച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ആ സെയിം 8 കാറ്റഗറി വെച്ചിട്ട് ഹി വാസ് ഓൾസോ ബിഗിനർ. മറ്റേ ഒപ്പോണന്റ് സെലക്ഷൻ പോരായിരുന്നു എന്നുള്ളതാണ് അതിനകത്തിൽ വന്ന വിഷയം. അതില് മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടാവാം, എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഉണ്ടെങ്കിൽ അതിലേ ഉള്ളൂ. അതായത് പുള്ളിക്ക് എഗെയിൻസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഈസി വിന്ന് ഒരാളെ കൊടുത്തു എന്നുള്ളതും ആവാം. അദ്ദേഹത്തിന് സ്റ്റേറ്റ് ചാമ്പ്യൻ ആകണം എന്നുള്ള ആഗ്രഹം സാധിച്ചു. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ ഇഷ്ടംപോലെ അസോസിയേഷൻസ് ഉണ്ടല്ലോ. അസോസിയേഷൻസ് മുട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഇപ്പം നമ്മുടെ കേസിൽ തന്നെ കേരള ബോക്സിംഗ് കൗൺസിൽ വന്നതിന് ശേഷം വേറെ ഇത് വന്നിട്ടുണ്ടല്ലോ, കേരള പ്രോ ബോക്സിംഗ് അസോസിയേഷൻ എന്ന് പറഞ്ഞ വേറെ സാധനം വന്നിട്ടുണ്ടല്ലോ. ബേസിക്കലി കാശുണ്ടാക്കാൻ വേണ്ടി ഓരോ ചെയ്യുന്നത്.
അത്രേ ഉള്ളൂ. പിന്നെ രാകേഷ്, വാട്ട് ഈസ് യുവർ പ്ലാൻ? അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സെഷൻസ് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത നിങ്ങളുടെ പ്ലാൻ എന്താണ്? എഡ്യൂക്കേഷൻ സൈഡിൽ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ്? കാരണം നിങ്ങളുടെ കാര്യം ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മെഡൽസ് നിങ്ങളുടെ ടീം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 20 വർഷമായിട്ട് നിങ്ങൾ ഫീൽഡിൽ, കരാട്ടെ ഫീൽഡിലുണ്ട്. നിങ്ങളുടെ സ്റ്റുഡൻസ് 100 മെഡൽസ് അച്ചീവ് ചെയ്തു. അത് പത്രത്തിൽ വലിയ വാർത്തയായിരുന്നു. ഇത് ചെറിയൊരു അച്ചീവ്മെൻ്റ് അല്ല. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്രയും വലിയൊരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. 15 ക്ലാസ്സസ് അല്ലേ? അതെ, 15ഓളം ക്ലാസ്സുകളുണ്ട്. 15 ക്ലാസ്സസ് കണ്ടിന്യൂ ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ആസ് എ കോച്ച്, ഹെഡ് കോച്ച്. 100 മെഡൽസ് അവർക്ക് കിട്ടുക. അതും ഈ മെഡൽസ് എല്ലാം തന്നെ നാഷണൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്സ്, ഔദ്യോഗിക മത്സരങ്ങളുടെ മെഡലുകളുടെ കണക്ക്, അല്ലാതെ മണവാളൻ മാച്ച് പോലത്തെ മാച്ചുകളല്ല. പ്രോപ്പർ ഇതിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള മെഡൽസ് ആണ്. സ്കൂൾ ഗെയിംസ്, സ്പോർട്സ് കൗൺസിലിൽ നിന്ന് മാത്രം സ്പോർട്സ് കൗൺസിലിൻ്റെ മാത്രമായിട്ടുള്ള മാച്ചുകൾ. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രൊഫഷണൽ ബോക്സിങ്ങിലേക്കും കൂടെ വന്നു. ഓക്കെ, ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്തു, അല്ലെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി, ബോക്സേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ 2 വർഷം ആകുന്നു. ഓക്കെ, അപ്പോൾ നൗ വാട്ട്സ് യുവർ പ്ലാൻ? എനിക്കത് അറിയണം, കാരണം നിങ്ങളെ ഒരു രീതി വേറൊരു രീതിയാണ്. തീർച്ചയായിട്ടും. ഞാൻ ഇതിലേക്ക് മാറാനുള്ള കാരണം, കരാട്ടെ ഇത്രയൊക്കെ ഇതായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ട് പ്രൊഫഷണൽ ബോക്സിങ്ങിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടായിരുന്നു. ശരിക്കും മെഡലുകൾ അത് നമുക്കൊരു കുട്ടികൾക്കാണെങ്കിലും ഒരു ഹരമാണ്. പക്ഷേ അതിനപ്പുറം ഒരു കരിയർ, അങ്ങനെ ഒരു വിഷയമുണ്ട്. ഈ സ്പോർട്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ സ്പോർട്സ് ഇതേപോലുള്ള കാര്യങ്ങൾ ഇഷ്ടമാണ്. അവർക്ക് അതിലേക്ക് ഇറങ്ങി കാലങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്ന് അവർക്ക് ജോലിയിലേക്കോ മറ്റ് ഇതിലേക്കോ പോവുക, അവരിത് കരാട്ടെ നിർത്തി വെക്കുക, അങ്ങനെ ഒരു സ്റ്റേജിലേക്കാണ്. ഞാൻ നോക്കിയപ്പോൾ പ്രൊഫഷണൽ ബോക്സിങ്ങിൽ അങ്ങനെയല്ല. പ്രൊഫഷണൽ ബോക്സിങ് ഒരു കരിയറാക്കി തന്നെ മാറ്റാവുന്ന ഒരു വലിയ സാധ്യത അവർക്കുണ്ട്. അത് പെട്ടെന്ന് തന്നെ ആ ഒരു ലെവൽ അച്ചീവ് ചെയ്ത് അവർക്ക് ഒരു വരുമാനത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണൽ ബോക്സിങ് കുട്ടികളെ അതിലേക്ക് തന്നെ ഞാൻ എത്തിക്കാനായിട്ട്, മാക്സിമം ടാലൻസിനെ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനം എന്ന് പറയുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ രീതിയിൽ ഭാവി ഈ വർഷങ്ങളിൽ നമ്മുടെ കേരള ബോക്സിംഗ് കൗൺസിലിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ കലയെ കൂടുതൽ ജനകീയമാക്കുക എന്നുള്ളൊരു ദൗത്യവും എനിക്കുണ്ട്. അപ്പോൾ അത് യൂട്യൂബിലൂടെ ഞാൻ തീർച്ചയായിട്ടും ഇനിയും ഇതിനെപ്പറ്റിയുള്ള കഥകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഒപ്പം ഇത് വാജിദിനൊപ്പം ഇതേ രീതിയിൽ നമുക്ക് ഇനി അങ്ങോട്ടുള്ള പ്രവീണിൻ്റെ മാച്ച് ഇന്ന് നടക്കുന്നു, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കണം. ഇതേ രീതിയിലുള്ള ഇനി വരാൻ പോകുന്ന മാച്ചുകളെ പറ്റി സംസാരിക്കണം. തീർച്ചയായിട്ടും ഈ ഒരു ചർച്ച നമുക്ക് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുകയും ചെയ്യാം. നമുക്ക് മറ്റേ ആ കാലിക്കറ്റ് നടന്ന ആ മാച്ചിൽ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായി. ഏതാ, വരുൺ വേഴ്സസ് മിഥുൻ. യെസ്, അതിനെക്കുറിച്ച് നമുക്ക് ആക്ച്വലി ഒരു എപ്പിസോഡ് ചെയ്യണം തീർച്ചയായിട്ടും. അതായത് എങ്ങനെയാണ് അതിൻ്റെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ്. കാരണം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു വശം മാത്രമാണ് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് അവിടെ നടന്നത് എന്നുള്ളത്, ആ മാച്ച് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ലൈവായിട്ടുണ്ട്. അന്ന് ലൈവ് നടന്നതിൻ്റെ യൂട്യൂബിൽ ഉണ്ട്, അതാർക്കും കാണാവുന്നതാണ്. അപ്പം നമുക്കൊരു അവലോകനം, തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഒരു അവലോകനം ജയിച്ചതെന്നുള്ളത് നമുക്ക് തെറ്റുപറ്റിയോ പറയാൻ പറ്റില്ല. അതെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് ഇപ്പോൾ എത്ര നമ്മൾ ക്രിക്കറ്റിൽ നോക്കി ക്യാച്ച് ആവും, പക്ഷെ ചിലപ്പം അത് ആവുന്നില്ല. അമ്പയറാണെങ്കിൽ പോലും തെറ്റുപറ്റാറുണ്ട്. എത്രയോ LBW അങ്ങനെ പോയിട്ടുണ്ട്. ആ ഒരു ഒറ്റ ഡിസിഷൻ കൊണ്ട് എത്രയോ മാച്ചുകൾ ഇന്ത്യ തോറ്റിരിക്കുന്നു, മറ്റു ടീമുകൾ തോറ്റിരിക്കുന്നു. അപ്പം അതുകൊണ്ട് പറയാൻ പറ്റില്ല. മിസ്റ്റേക്സ് ഉണ്ടാവാം, റഫറിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായേക്കാം, ജഡ്ജസിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായേക്കാം. ബട്ട് എൻഡ് ഓഫ് ദി ഡേ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒരു ചാൻസ് എന്ന് വെച്ചാൽ നമ്മളതിനകത്ത് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അവർ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പോഴും ചെയ്തിട്ടില്ല. ആസ് ഓഫ് നൗ ചെയ്തിട്ടില്ല. അതിന് പകരം വന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയുള്ളൊരു ഇത് ചെയ്തു. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ഐഡിയ ചെയ്യാം. നമുക്ക് ആ ഒരു എപ്പിസോഡിൽ നമുക്ക് അതിനെ ഒന്ന് കീറി മുറിച്ചൊന്ന് നോക്കാം. വാട്ട് വെന്റ് റോങ്, അല്ലെങ്കിൽ എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്, ആരുടെ സൈഡിലാണ് ശരിയുള്ളത്, നമുക്ക് അങ്ങനെ നോക്കാം. ഇറ്റ്സ് ഓൾ ലേണിംഗ് അല്ലേ, പഠിക്കാം. നമുക്ക് കറക്റ്റഡ് എന്നുള്ള ഇതിലേക്ക് നമുക്ക് എത്താം. നമ്മൾ ഡോക്ടർ സമത്ത് അവളെ കീറി മുറിക്കുന്ന പോലെ കീറി പറിക്കാം. തീർച്ചയായിട്ടും അത് ചെയ്യണം. അതേ ഉള്ളൂ.
കാരണം ആ 2023 നമ്മൾ ആദ്യത്തെ കേരളത്തിലെ റഫറിമാർ ചെയ്യുന്നത്. അവർ തന്നെയാണ് ഇപ്പോഴും ഇത്ര എക്സ്പീരിയൻസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അവരെ പറ്റി അങ്ങനെ ഒരു ജഡ്ജിൽ ഒരു ഇത് വന്നു എന്നുള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതൊന്ന് നമുക്ക് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ അനാലിസ് ചെയ്യുകയോ ചെയ്യാം. ഇപ്പോഴും ഞാൻ കോൺഫിഡൻസോടെ തന്നെയാണ് പറയുന്നത്. എൻ്റെ കണ്ണിൽ ആ ഓരോ പഞ്ചും എനിക്ക് കാണാം. ഞാൻ ജഡ്ജ് ചെയ്തത് ഇപ്പോഴും കറക്റ്റ് ആണെന്നുള്ളൊരു വിശ്വാസമാണ്. ഇനി നമുക്ക് ആ വീഡിയോ അനാലിസ് ചെയ്ത് രണ്ടാമതൊന്നുകൂടെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് 3 ആംഗിളിൽ 3 പേരിരുന്ന് ജഡ്ജ് ആകുന്നതിന്റെ റീസൺ തന്നെ നമ്മുടെ കണ്ണിൽപ്പെടാത്തത്. അതെ, ഏതെങ്കിലും ഒരാള് മിസ്സാകുന്ന വ്യൂ മറ്റു 2 പേർക്ക് കിട്ടിയേക്കാം. അതാണ് എൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ ആംഗിളിൽ അത് മിഥുൻ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. കാരണം ഐ വാസ് ഓൾസോ ജഡ്ജ്. അതിൽ ഫസ്റ്റത്തെ സൈഡിലെ ജഡ്ജ് ഞാനായിരുന്നു. അപ്പോൾ എൻ്റെ ആംഗിളിൽ മിഥുൻ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. പക്ഷേ നെവർ നോ, നമ്മളതൊന്നും കൂടെ ഒന്ന് എത്ര പഞ്ച് ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്കോറിങ് സിസ്റ്റം ഇപ്പോൾ വെളിയിലുള്ള നമ്മൾ ബോക്സിങ് കാണുമ്പോഴത്തേക്കും അതിനകത്ത് എത്ര പഞ്ചസ് ത്രോ ചെയ്തു, അതിലെത്ര എണ്ണം ലാൻഡ് ചെയ്തു, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് വരെ അവർ അതിനകത്ത് കാണിക്കും. ആ ടെക്നോളജി ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടെ പഠിക്കുന്നതിൽ തെറ്റില്ല. ഇറ്റ്സ് ഓൾ ലേണിംഗ്. മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കാം. അപ്പോൾ അതെന്തായാലും നമുക്കൊന്ന് കാര്യമായിട്ട് നോക്കാം. അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അങ്ങനെയുള്ള ഒരുപാട് മാച്ചുകൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കണം. കോൺട്രവേഴ്സീസ് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. രാകേഷ്, എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഒരു പ്രൊജക്റ്റ്, ഓക്കെ, ഗാർഡ് യുവർ ഹാർട്ട് 2050 എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് നമ്മൾ പലതവണയായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? എന്താണ് നിങ്ങളുടെ ഒരു വിഷൻ, എന്താണ് ആ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റ് കൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ശരിക്കും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ, നമ്മുടെ ഒരു ഏജിൽ ശരിക്കും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കളിക്കളത്തിലേക്ക് പോയിരുന്ന ഒരു കാലഘട്ടമാണ്. ട്യൂഷൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ കളിക്കളത്തിലേക്ക് പോകുന്നു. കൂടുതലും നമ്മളെ തിരിച്ച് അവിടുന്ന് വലിച്ചുകൊണ്ട് വരുമായിരുന്നു വീട്ടുകാർ. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ കൂടുതൽ മൊബൈലിലും മറ്റുമാണ് ഇരിക്കുന്നത്. എന്നിട്ട് പോലും അന്ന് നമ്മൾ അങ്ങനെ കളിച്ചിട്ട് പോലും ഈ ഒരു കാലഘട്ടത്തിൽ 30 വയസ്സിന് മുകളിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 3 പേരിൽ ഒരാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാനുള്ള സാധ്യത ഇവിടെ കൂടിയിരിക്കുകയാണ്. കേരളം അതിൻ്റെയൊക്കെ തലസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പുതുതലമുറ 2050 എത്തുന്ന സമയത്ത് ഈ ഒരു കണക്ക് ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ 20 വയസ്സിന് ശേഷം ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് സാധാരണമാകാൻ പോവുകയാണ്. അനാലിസുകൾ പറയുന്നതാണ് ഈ പ്രവണത തുടർന്നു കഴിഞ്ഞാൽ. കാരണം ഫാസ്റ്റ് ഫുഡ് എല്ലാ രീതിയിലും അതാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന ഭീകരമായിട്ടുള്ള അവസ്ഥ. ഈവൻ ഇപ്പോൾ 27% ആൾക്കാർ മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്നുണ്ടെങ്കിൽ 40 to 50% ആൾക്കാർ ആ കാലഘട്ടത്തിൽ മരിക്കുന്നതിന് കാരണം ഇതായിട്ട് മാറും. നമ്മൾ ഇത്രയും അറിവുള്ള നമ്മൾ, അല്ലെ മാർഷൽ ആർട്സിൽ നിൽക്കുന്ന, അല്ലെ ഹെൽത്തിനെ പറ്റി അറിയാവുന്ന, എക്സസൈസ് ചെയ്യുന്ന നമ്മൾ, ഇതിനെതിരെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഓരോ മരണത്തിനും നമ്മൾ ഉത്തരവാദികളാണ് എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഗാർഡ് യുവർ ഹാർട്ട് എന്നുള്ള ഒരു പ്ലാൻ, ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. അതിൽ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞൊരു 1 മില്യൺ ആൾക്കാരെയെങ്കിലും ഇതിന് ബോധവൽക്കരിച്ച് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് പേടിക്കാത്ത ഒരു സമൂഹമായിട്ട് 2050 മാറ്റുക എന്നുള്ളതാണ്. അതാണ് ആ ഒരു പ്രോജക്റ്റ്. പക്ഷേ അതിന് വേണ്ടി എന്താണ് ആക്ച്വലി നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇസ് ഇറ്റ് മാർഷൽ ആർട്സ് ഓർ എന്തെങ്കിലും പർട്ടിക്കുലർ സാധനം? ഇപ്പം ക്രോസ് ഫിറ്റ്സ്, അങ്ങനെ പല പല സംഭവങ്ങളുണ്ടല്ലോ. അപ്പം എന്താണ് നിങ്ങൾ അതിനകത്ത് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇസ് ഇറ്റ് ഒരു സെപ്പറേറ്റ് മൊഡ്യൂൾ പോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്ലാൻ? തീർച്ചയായിട്ടും കുറച്ചധികം പ്ലാനുകളുണ്ട്. ഇപ്പം കരാട്ടയിൽ എൻ്റെ അടുത്തേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു കുട്ടി, അവനെ പ്രചോദിപ്പിക്കുന്നത് മെഡലായിരിക്കാം, നേരത്തെ പറഞ്ഞ രീതിയിൽ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു മെഡല് നേടണം എന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ടല്ല. അടുത്ത വർഷം സ്കൂൾ ഗെയിംസ് വന്നു, അതിനുശേഷം വളർന്നു വന്നു, സീനിയറിലേക്ക് മത്സരിക്കണം, നാഷണൽ പോകണം. ഇങ്ങനെയുള്ള ഒരു കുട്ടി തീർച്ചയായിട്ടും രാവിലെ എക്സസൈസ് ചെയ്യും, രാവിലെ വെളുപ്പിനെ എഴുന്നേക്കും, അവൻ കഴിക്കുന്ന ആഹാരത്തിൽ ശ്രദ്ധാലുവായിരിക്കും. ഇവനെ ഇങ്ങനെയൊരു സ്വപ്നം, അവന് മെഡലാണെങ്കിൽ മെഡൽ. ഇനി ഈവൻ വീട്ടമ്മമാർക്കാണെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് എക്സസൈസ് അവർക്ക് കൊടുക്കാം. ബോക്സിങ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ്. ഹാർട്ട് ആൻഡ് ബീറ്റ് കൂട്ടി നിർത്തിക്കൊണ്ട് കലോറി നല്ല രീതിയിൽ ബേൺ ചെയ്യാൻ പറ്റുന്ന, ഒബേസിറ്റി ഒക്കെ ഇപ്പം ഏറ്റവും
40% ആൾക്കാർക്ക് കേരളത്തിൽ അമിതവണ്ണമുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് എൻ്റെ അനുഭവത്തിലും എൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 69 വർഷങ്ങളായിട്ട് ഞാൻ കരാട്ടെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഓടുക ഒക്കെ ചെയ്യുന്ന സമയത്തിലും 71 ആയിരുന്നു കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട്. പക്ഷേ ബോക്സ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം 65 എനിക്ക് വേണ്ട ശരിയായ വെയിറ്റിലെ 65 വെയിറ്റിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ എൻ്റെ കൂടെയുള്ള ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നവരിലും ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. അപ്പോൾ ബോക്സിങ് ഇതിന് നമുക്ക് അത് ചെയ്യുന്നവരിലൂടെ അങ്ങനെ പല രീതിയിൽ എക്സസൈസ് സോഷ്യൽ മീഡിയയിലൂടെ പല രീതിയിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന എക്സസൈസുകൾ കൊടുക്കുക, യൂട്യൂബിലൂടെ അങ്ങനെ ചെയ്യുക, ഫ്രീ ആയിട്ട് നമുക്ക് കുറേയധികം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പദ്ധതികളുണ്ട്. അങ്ങനെ ചെയ്ത് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ട് 2050 ഇങ്ങനെ ഒരു സ്വപ്നം സാധ്യമാക്കണം എന്നാണ് എൻ്റെ പ്ലാൻ. വെരി ഗുഡ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നമ്മളെല്ലാം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അതിന്. താങ്ക് യു അജിത്. ഓക്കെ, അത് നമുക്ക് എന്തായാലും ഒരു വലിയൊരു പ്രൊജക്റ്റായിട്ട് തന്നെ നമുക്ക് ഇൻഷാല്ല പ്ലാൻ ചെയ്യാം. നമ്മുടെ ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റുകളും അതെല്ലാം ഏറ്റെടുക്കുന്ന രീതിയിലും നമുക്കതിനെ ഒരു ആസ് എ ഗ്രൂപ്പ് നമുക്കത് മുമ്പിലേക്ക് പുഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങളുടെ അതിൻ്റെ ഗൈഡൻസ് നിങ്ങൾ ബാക്കിയുള്ളവർക്കും കൂടെ കൊടുക്കുക. അടുത്ത മീറ്റിങ്ങിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം നമുക്ക് എങ്ങനെ അത് മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളത്. തീർച്ചയായിട്ടും KBCയുടെ സപ്പോർട്ട് ഞാനതിൽ വളരെ ഓൾവേസ് ദർ. ഓക്കെ, നമുക്കിനി അടുത്ത കുറേ രസകരമായ ചർച്ചകളും കുറേ എന്താ പറയാ ഇന്ന് മുതൽ പ്രവീണിന്റെ മാച്ച് മുതൽ നടന്ന കാര്യങ്ങൾ പ്രവീണിന്റെ മാച്ച് നടന്നുകൊണ്ടിരിക്കുന്ന മാച്ച് രാത്രി എനിക്കൊണ്ട് 13ാമത്തെ ഫൈറ്റ് മെയിൻ ഫൈറ്റാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് ഇനി അടുത്ത ഈ ഒരു സീരീസ് കുറച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് രാകേഷ്. തീർച്ചയായിട്ടും ഗ്രേറ്റ് ഹിറ്റ് അല്ലേ? അതെ നല്ലൊരു പഞ്ചായിട്ട് തന്നെ തുടങ്ങാൻ കഴിഞ്ഞു. താങ്ക് യു. ഓക്കെ, സോ അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് ഫൈറ്റ് നൈറ്റ് അങ്ങനെ പറയാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്.